നിനക്ക് ഭാഗ്യമുണ്ട്, ഓക്ക് പാലും ഉണ്ട്. എടാ മോനെ, മുലപ്പാല് കിട്ടെങ്കിലും ഉറ്റിച്ചോ? കണ്ണിന് ബെസ്റ്റാ. എൻ്റെ ഓള് പ്രസവിക്കുന്ന നിങ്ങളല്ലേ മക്കാറാക്കല്. എടാ ഒരാവശ്യം വന്നപ്പോ എൻ്റെ ഓളെന്നെ വേണ്ടി വന്നില്ല. എനിക്ക് ഇന്നല്ല കിട്ടേണ്ടത് ആ ഓളെ. ആ സുമതല ഓക്ക് മിസ്റ്റേക്ക് കൂടുതലാ. മോൻ കണ്ണണിക്ക് ഉമ്മ ഉറ്റിച്ചേരാം. ഓക്ക് വിശേഷമായതുകൊണ്ട് കുഞ്ഞിനിപ്പം പാല് കൊടുക്കയില്ല. കൊടുക്കാഞ്ഞ പാല് പറ്റേണ്ടതാന്ന്. ഇതെന്നാന്നറിയില്ല. നിനക്ക് ഭാഗ്യമുണ്ട്, ഓക്ക് പാലും ഉണ്ട്. നകുല ശാന്തന്റെ മുറ്റത്ത് ചായ വെച്ചത് വലിയ പ്രശ്നമായല്ലേ? അതൊന്നും പറയണ്ടുമ്മ. ഇനി ഓളോട് ഇഷ്ടക്കേടൊന്നും കാണിക്കരുത്. വന്ന് കയറിയ പെണ്ണല്ലേ, ഓളോട് ഇനി നല്ലോണം നിക്കണം. വേറെ പ്രശ്നമൊന്നുമില്ലപ്പാ, അതെല്ലാം സോൾവ് ആയിനി. ആളിവിടെ ഉണ്ട്, കൊടുക്കാം. ദേ ഇതാണ് ആ വൈറൽ യുവതി. ഹലോ ഹായ്. ശാലിനിക്കയുടെ കുറെ ഫാൻസ് ഉണ്ട് ട്ടാ. സംഭവം ചോറാക്കിനെ. ആ പെണ്ണൊക്കെ അങ്ങനെ തന്നെ വേണം. എന്നാ ശരി, നീ വെച്ചോ. ഓ ശരി, ഗുഡ് നൈറ്റ്. കഴിഞ്ഞ എന്ത്? എന്താ വൈറൽ യുവതിക്ക് ഒരു വിമ്മിഷ്ടം? എല്ലാരും എല്ലാം അറിഞ്ഞല്ലേ നകുലേട്ടാ? ഏയ്, ആടിയുടെ രണ്ടുമൂന്ന് കുടുംബശ്രീക്കാരും ചായക്കടയിലും പിന്നെ ഗൾഫിലെ കുറച്ച് ആൾക്കാരും, അത്രയല്ലേ ഉള്ളൂ. അമ്മയെ ഹേമേച്ചും വിളിച്ചിട്ടുണ്ടേനു. എന്നെ കുറെ ചീത്തയും പറഞ്ഞു. ആണാ? എല്ലാരും ഇപ്പൊ അങ്ങനെ പറയുന്നുണ്ടാവില്ലേ? അമ്മാര് സംഭവമല്ലേ ഞാൻ ചെയ്തു വെച്ചിനി. പിന്നെ ഈ ഒരു സംഭവം എല്ലാരും അറിഞ്ഞില്ലേ? ചെറിയ കാര്യം എങ്ങനെ അത്? നകുലേട്ടാ, ഞാൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല. എനിക്കിത് കേട്ട് കേട്ട് മടുത്തിട്ട് എനിക്ക് എന്നെ പിടിച്ചിട്ടുണ്ടായിപ്പോയി. നിനക്ക് പിടിച്ചിട്ടുണ്ടാവുമ്പോ ഈ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ ഇങ്ങനെ കേട്ട് പിടിച്ചോ. എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കൽ ഇപ്പോഴേ കുട്ടികളാവാത്തേ നല്ലത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അത്രയല്ലേ ആയിട്ടില്ലോ. ഇതാവുന്നല്ല, ആയിക്കഴിഞ്ഞാലുള്ള ഓയിലിച്ചാന്ന് പാട്. എന്താ സുറപ്പ അങ്ങനെ ഒരു വർത്താനോ? നല്ല ആളോടാ പറയുന്നു. മോനെ അങ്ങോട്ട് എടുത്തേ. മോനെ വയക്ക് കിടത്തല്ലേ? അതിൻ്റെ ആവശ്യമില്ല, ഓനവിടെ കിടന്നോട്ടെ. മക്കളെല്ലാം ഉറങ്ങിയാ? മാൻ്റെ അടുത്ത് ഉറങ്ങുന്നുണ്ട്. നാളെയാണ് ഡോക്ടറെ കാണിക്കേണ്ട ദിവസം, മറക്കണ്ട. 3 മാസായാ? ഇനി ഒരു 6 മാസം കൂടി കഴിഞ്ഞാ വയറോയല്ലോ. എൻ്റെ വയറോഞ്ഞിട്ട് ഇങ്ങക്കെന്നാ വേണ്ട? എനക്കൊന്നും വേണ്ട, പക്ഷെ വയറുണ്ടാവും എന്നെ കാണാൻ ഭയങ്കര മൊഞ്ച. ഓ ഏറ്റില്ല. പിന്നെ സൂറ, ഈ സമയത്ത് എന്തെങ്കിലും ആഗ്രഹങ്ങൾ കണ്ട പറഞ്ഞാട്ടാ. നിക്കാഹിന് മുന്നേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അത് പറയട്ടെ. നീ പറ. എന്നെ ഒന്ന് തലശ്ശേരി കടപ്പുറം കാണിച്ചിരിക്ക. നീ ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ? ഇനി ഇതൂടി പുറത്തു വന്നിട്ട് മക്കളെല്ലാം ആയിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. എന്താ സോറി ഒന്നും ഉണ്ടാത്ത? ഒന്നുമില്ല, നിങ്ങൾ എൻ്റെ വയറൊഴിയെ നിന്ന് നോക്കിയിരുന്നു. ശാലി, ആ പ്ലേറ്റ് പൈസ എടുത്തോ. മുത്തു വന്നിട്ടുണ്ട്. നീ ആ പുയ്ത്തിയെല്ലാം മാറ്റിട്ട് നല്ല ഇട് മുത്തു. നിങ്ങളാ വർത്താനം കേട്ടാ തോന്നുന്നു ഞാൻ ഇങ്ങക്ക് തരുന്നെല്ലാം പുയ്ത്ത മത്തിയാന്ന്. പിന്നെയോ, നീ എപ്പം പുതിയ പുയ്യാപ്പിളേനെ കൊണ്ടെത്തി. ഈ മത്തിയല്ലേ പറ്റൂ, ഇടക്കല്ലേ ഈ അയക്കൂരെല്ലാം വാങ്ങി തിന്നെ. എത്തട്ടെ മുത്തു. ഐശ്വരി നിക്കാഹല്ലേ ഓനെ പേരുന്ന്? അല്ല ഇതാരാ വന്നിനി? നീ എവിടെയും പോയിനി? ഉള്ള നല്ല മീനെല്ലാം തീർന്നല്ല. തുണി ആറിടാനുണ്ടേ, അതെല്ലാം ഓളെ കൊണ്ട് ചെയ്യിക്കലല്ലേ. അതൊന്നും പറയാണ്ടിരിക്കാ നല്ലത്. ഞാൻ വാങ്ങട്ടെ. ആ രായമേച്ചി എന്തെല്ലാന്ന്? ഞാൻ ഇന്നലെ ഒറ്റക്ക് അല്ല ഓർന്നല കൊണ്ടാക്കിട്ട് ഓരോ വീട്ടിൽ പോയി. മക്കളുണ്ടായിരുന്നു കളിക്കുന്നേ. രാജമച്ചി നല്ല ഐല വന്നിട്ടുണ്ടേ. രാജമേച്ചി, ഞാൻ നിങ്ങളെ മോളെ ഭാഗത്ത് ഓളെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഈ ചെയ്ത പോലെ ചെയ്യൂ. ഈ കുട്ടികളുണ്ടാവുന്നത് ഉണ്ടാവാത്തത് നാട്ടാർക്ക് അറിഞ്ഞിട്ട് എന്താ കാര്യം? ആന്നെ ബടക്കത്തിൽ ചെയ്യുന്നതിന് അങ്ങനെ തന്നെ വേണം. അല്ല ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയായി? 1 കിലോ അങ്ങനെ. ഇനി 1 കൊല്ലം കൊടുക്കറു, 1 കൊല്ലം തന്നെ ജാസ്തിയാ. ചെലപ്പോ ഓരെന്തെങ്കിലും പ്ലാനിങ്ങിലായിരിക്കും. ആന്ന് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇങ്ങനെയാന്ന് മാറ്റി മാറ്റി വെക്കും.
പിന്നെ അങ്ങോട്ടൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ മുതിർന്നവരല്ലേ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ അല്ലേ രാജമ്മേ? അതന്നെ ഇന്നാ രാജമേച്ചി ചോറ് വറക്കാനുണ്ട്. മാറ്റി മാറ്റി വെക്കും. പിന്നെ അങ്ങോട്ടൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ മുതിർന്നവരല്ലേ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ അല്ലേ രാജമ്മേ? മനുഷ്യന്മാരുടെ മുഖത്തൊക്കെ പറ്റണ്ടായി. അറിയാൻ ഇനി ഒരാൾ ബാക്കിയില്ല. എല്ലാവരും ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. ആട്ടാരം വീട്ടത്ത് ചായ ഒഴിച്ചാ ഒരു പറയാണ്ടിരിക്കുക. കുട്ടികൾ വേണ്ടാന്നുള്ള ചിന്തയേറ്റം ഉണ്ടെങ്കിലേ ദൈവം പൊറുക്കൂല. അറിഞ്ഞില്ലെന്ന് വേണ്ട. ഇത് മനുഷ്യന്മാര് മാത്രം കൂട്ടിയാ കൂടുന്ന ഒന്നല്ല. ദൈവം തരുമ്പം മേടിച്ചില്ലെങ്കിലേ പിന്നെ വേണമെന്ന് വെച്ചാലും കിട്ടൂല. ഓർക്കണ്ട രണ്ടാളും. അമ്മേനെ അറിയുന്നല്ലേ ഇതൊക്കെ തന്നെ കാര്യമായിട്ടെടുക്കുന്നത്. വിട്ടുകളാ. അമ്മ എന്നാ പറഞ്ഞത് അമ്മന്റെ മോന് മനസ്സിലായിനാ? നമ്മളിതെല്ലാം അറിഞ്ഞോണ്ട് ചെയ്യുന്ന അമ്മ പറയുന്നു. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമല്ല നഗലോട്ട ഈ അമ്മ പറയുന്നത്. എന്താടി എന്റെ മോൻ്റെ ഒക്കെ വിശേഷമായ? ഇല്ല. നല്ലോണം പ്രാർത്ഥിച്ചോ, പെട്ടെന്നാവും. മോൻ്റെ വിസ വന്നാ? ഇല്ല. നല്ലോണം പ്രാർത്ഥിച്ച വേഗം വരും. ഭഗവാനെ ഇവരൊക്കെ രക്ഷിക്കണേ ഭഗവാനെ. എടുത്താലടിക്കോളൂട്ടാ. ഓ വേണ്ടെങ്കിൽ വേണ്ട, എനിക്കൊന്നും യോഗല്ല. ആ അല്ല ശോഭേച്ചി, നിങ്ങളെ മോന്റെ പിസ എപ്പെങ്ങാനും വരുവാ? എപ്പൊ നോക്കുമ്പോ നിനക്ക് എന്നെ കാണുമ്പോ ഇതേ ചോദിക്കാനില്ലു. നിന്റെ എല്ലാം ചോദ്യം കൊണ്ട് ചക്കന് വീടിന്ന് പുറത്തിറങ്ങാൻ പറ്റാണ്ടായി. ചക്കന് വിസ വരും ചെയ്യും, അതിനില്ല വഴിപാട് നമ്മ നടത്തുന്നുണ്ട്. ഇനി വെറുതെ കൊക്കട്ടി പറിക്കാൻ നിക്കണ്ട. മോന്റെ പിസ ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളെ വരെ എന്ത് വരുമെന്ന് വിസ? എനിക്കെന്തിനിപ്പ വിസ? അല്ല ഇങ്ങക്ക് മുകളിലേക്ക് പോണ്ടേ? നീ എനിക്ക് വിസ അടുത്ത ഭാവിലെ കറുത്ത കാക്കിയാ പോന്നെ.